നമ്മളിന്ന് നോക്കാൻ പോകുന്നത് KGCE കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വൺ വേഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇന്ന് നോക്കുന്ന സബ്ജക്റ്റിൻ്റെ പേരാണ് എംപ്ലോയബിലിറ്റി സ്കിൽസ്. ഇത് ടോട്ടൽ 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് വരുന്നത്. മാക്സിമം എക്സാമിനേഷൻ ടൈം എന്ന് പറയുന്നത് 1.25 മണിക്കൂറാണ് എക്സാം ടൈം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എക്സാമിന് മൊത്തം 30 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആ 30 ക്വസ്റ്റ്യൻസ് ഓരോന്നും 2 മാർക്ക് വീതമാണ്. എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യന് 2 മാർക്കായിരിക്കും കിട്ടുന്നത്. അങ്ങനെ 30 ക്വസ്റ്റ്യൻ കാണും. അങ്ങനെ ടോട്ടൽ 60 മാർക്കിൻ്റെ എക്സാമിനേഷനാണ് നിങ്ങൾക്ക് നടക്കുന്നത്. നിങ്ങളുടെ സിലബസിൽ 4 മോഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ ആ 4 മോഡ്യൂൾസിൽ 6 ക്വസ്റ്റ്യൻ വീതം കാണും. അപ്പോൾ ഒരു മോഡ്യൂളിൽ നിന്ന് 6 ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. അങ്ങനെ വന്നിട്ടാണ് മൊത്തം ടോട്ടൽ 30 ക്വസ്റ്റ്യൻ വരുന്നത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒരു 10 ക്വസ്റ്റ്യൻ നമുക്കിപ്പോൾ ഇന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. മെയിൻറ്റെയിനിങ് ടൂൾ ഇൻ ഗുഡ് കണ്ടീഷൻ ഈസ്. ക്വസ്റ്റ്യൻ ആണ് മെയിൻറ്റെയിനിങ് ടൂൾ ഇൻ ഗുഡ് കണ്ടീഷൻ ഈസ്. നമ്മൾ ഉപകരണങ്ങളെ നല്ല നിലയിൽ നിലനിർത്തുന്ന എന്ന് പറയുന്നത് ഈ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏത് ആണെന്നാണ് ചോദ്യം. നമ്മുടെ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻസ് എ അൺനെസസറി, ഓപ്ഷൻ ബി എസെൻഷ്യൽ, ഓപ്ഷൻ സി ഈക്വൽ, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എന്താണ്? ഫോർമൽ. അൺനെസസറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അനാവശ്യമായ എന്നുള്ളതിന് ഒരു വാക്കിൻ്റെ ഒരു അർത്ഥമാണുള്ളത്. ഓപ്ഷൻ ബി എന്താണ്? എസെൻഷ്യലാണ്. അപ്പോൾ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്കെന്താണ്? അത് ഒരു ആവശ്യമായ ഒരു ഉപകരണം നമുക്കെന്താണ്? ഒരു ആവശ്യമായ എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓപ്ഷൻ ഡി എന്തുവാ? ഓപ്ഷൻ സി എന്തുവാടെ? ഓപ്ഷൻ സി എന്താ? ഈക്വൽ എന്നാണ് അടുത്ത നമുക്ക് ഓപ്ഷൻ തന്നിട്ടുള്ളത്. അതെന്താണ്? യഥാക്രമം എന്നുള്ള ഒരു രീതിയിലുള്ള എന്താണ് ഒരു പദമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പം ഫോർമൽ എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ ഡിയിൽ വരുന്നത്. അതിനെ നമുക്ക് എന്താണെന്ന് പറയാം? ഒരു ഔപചാരികമായ എന്നൊക്കെ രീതിയിൽ നമുക്ക് എന്താ പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത്രയും തന്നിട്ടുള്ളതിൽ ഓപ്ഷൻസിൽ നമുക്ക് ഇതിൽ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആവശ്യമായ എന്നുള്ള ഒരു പദമായിട്ട് ബന്ധപ്പെട്ട എസെൻഷ്യൽ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തുവാടെ? രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് വിച്ച് ഓഫ് ദി ഫോളോവിങ് എക്സ്പ്രഷൻസ് ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് റിക്വസ്റ്റ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻസ് എ ഐ ഹോപ്പ്, ഓപ്ഷൻ ബി ഐ ബിലീവ്, ഓപ്ഷൻ സി പ്ലീസ്, ഓപ്ഷൻ ഡി മേ ബി. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഒരു റിക്വസ്റ്റ് നടത്തുന്ന എന്ന് വെച്ചാൽ ഒരു യാചന പോലെ ഉപയോഗിക്കുന്ന പദം ഇവയിൽ ഏത് എന്നാണ് ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ഐ ഹോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷയാണ് എന്ത് ചെയ്യണം നമുക്ക് നൽകുന്നത്. ഓപ്ഷൻ ബി എന്താണ്? ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് അടുത്തായിട്ട് തന്നിട്ടുള്ളത്. ഓപ്ഷൻ സി എന്താണ്? പ്ലീസ് എന്നതാണ് അടുത്ത ഓപ്ഷൻ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു പൈസയൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെ കൂട്ടുകാരുടെ അടുത്തൊക്കെ നമ്മൾ മെസ്സേജ് അയക്കുന്നത് എങ്ങനെയായിരിക്കും? പ്ലീസ് ഗീവ് മീ മണി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മെസ്സേജ് അയക്കില്ല. അപ്പോൾ അതുപോലെ ഒരു ഇതാണ് ഒരാളോട് യാചിക്കും പോലെയുള്ള വാക്കിൻ്റെ അർത്ഥമാണ് എന്ത്? ഓപ്ഷൻ സി തന്നിട്ടുള്ള. ഓപ്ഷൻ ഡി എന്ന് വെച്ചാൽ മേ ബി. നമുക്കെന്താണ്? ഇപ്പം ചിലപ്പോഴേ എത്തുകയുള്ളൂ എന്നുള്ള മേ ബി എന്നുള്ള വാക്കുമായിട്ടാണ് ബന്ധമുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ തന്നിട്ടുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ സി ആണ് എന്ത്? കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. പ്ലീസ് എന്നതാണ് എന്ത്? റിക്വസ്റ്റുമായിട്ട് ബന്ധമുള്ള പദമെന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത നമ്മൾ ചോദ്യം നോക്കാൻ പോകുന്നത് എന്താണ്? മൂന്നാമത്തെ ചോദ്യമാണ്. റീഡിങ് എ കോംപ്രിഹെൻഷൻ മീൻസ് അണ്ടർസ്റ്റാൻഡിങ് എ ഡാഷ് ടെസ്റ്റ്. തന്നിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻസ് എ ഓറൽ, ഓപ്ഷൻ ബി റിട്ടൺ, ഓപ്ഷൻ സി യൂഷ്വൽ, ഓപ്ഷൻ ഡി എന്തുവാണ്? ഓഡിയോ. ഇതേപോലെ നമുക്ക് തന്നിട്ടുള്ള
ഓറൽ എന്ന ഓപ്ഷൻ എന്താണ്? ഓറൽ എന്ന് പറഞ്ഞാൽ വാക്കുകളാൽ ഉള്ള എന്നതാണ് അർത്ഥമാക്കുന്നത്. അടുത്ത് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ ബി ആണ്. ബിയിൽ എന്താണ്? റിട്ടൺ ആണ്. അതിൽ എന്താണ്? എഴുത്തുകളാൽ ഉള്ള എന്നുള്ള ആണ് അർത്ഥമാക്കുന്നത്. അടുത്ത് സി ആണ് തന്നിട്ടുള്ളത്. സി എന്താണ്? യൂഷ്വൽ ആണ്. യൂഷ്വൽ എന്ന് പറഞ്ഞാൽ സാധാരണയായി ഉള്ള എന്നാണ് അർത്ഥമാക്കുന്നത്. അടുത്ത ഡി ആണ് തന്നിട്ടുള്ള. ഓപ്ഷൻ ഡിയിൽ എന്താണ് പറഞ്ഞിട്ടുള്ള? ഓഡിയബിൾ ആയിട്ടുള്ളത് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഇതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. റിട്ടൺ, എഴുത്തുകളാലുള്ള. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാമത്തെ ചോദ്യമാണ്. വാട്ട് ഈസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടു ആസ്ക് ടു ഗെറ്റ് ദിസ് റെസ്പോൺസ്? അപ്പോൾ നമുക്ക് ഇവിടെ താഴെയായിട്ടൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്? ഇറ്റ് ഈസ് 2 kilometers ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ, വെർ ഈസ് റെയിൽവേ സ്റ്റേഷൻ. ഓപ്ഷൻ ബി എന്താണ്? ഹൗ ഫാർ ഈസ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഓപ്ഷൻ സി എന്താണ്? വെയർ ഈസ് ദ ട്രെയിൻ കമ്മിങ്. ഓപ്ഷൻ ഡി എന്താണ്? ഹൗ ആർ യു ഗോയിങ് ടു ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. വെയർ ഈസ് ദ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ ആണ് ചോദ്യം. ഓപ്ഷൻ ബി എന്താണ്? ഹൗ ഫാർ ഈസ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇൻസ്റ്റിറ്റ്യൂട്ടിന് എത്ര ദൂരമുണ്ട്? ഓപ്ഷൻ സി എന്താണ്? വെയർ ഈസ് ദ ട്രെയിൻ കമ്മിങ്. എവിടെ നിന്നാണ് ട്രെയിൻ വരുന്നത്? ഓപ്ഷൻ ഡി എന്താണ്? ഹൗ ആർ യു ഗോയിങ് ടു ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എങ്ങനെയാണ് പോകുന്നത്? അപ്പോൾ ഇത്ര ഓപ്ഷനിൽ നമുക്ക് ഇതിൽ കറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാണ് ചോദിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഹൗ ഫാർ ഈസ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ. അടുത്തതായി 5ാമത്തെ ചോദ്യമാണ് നമ്മൾ നോക്കുന്നത്. വിച്ച് പഞ്ച്വേഷൻ മാർക്ക് ഷുഡ് ബി യൂസ്ഡ് ഇൻ ദ ഫോളോവിങ് സെൻറ്റൻസ്. അപ്പോൾ നമുക്കിവിടെ ചെറിയൊരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഈസ് വെയർ എനി സൈറ്റ് എഞ്ചിനീയർ ഹിയർ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഓപ്ഷൻ എ എന്താണ്? ക്വസ്റ്റ്യൻ മാർക്കാണ്. ഓപ്ഷൻ ബി എന്താണ്? കോമയാണ് തന്നിട്ടുള്ളത്. ഓപ്ഷൻ സി എന്താണ്? ഫുൾ സ്റ്റോപ്പിൻ്റെ സിമ്പലാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓപ്ഷൻ ഡി എന്താണ്? എക്സ്ക്ലമേഷൻ മാർക്കാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഫോളോയിങ് സെൻറ്റൻസിൽ ഈ ഒരു സെൻറ്റൻസിൽ ഏത് പഞ്ച്വേഷൻ മാർക്കാണ് നമ്മൾ കൊടുക്കുന്നത്? ഓപ്ഷൻ എ ക്വസ്റ്റ്യൻ മാർക്കാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഉപയോഗിക്കുന്നത്. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കട്ടെ. ദ വേർഡ് വെൻ ഡിനോട്ട്സ്. ഇവിടെ നമുക്ക് വെൻ എന്ന് പറയുന്നൊരു വാക്ക് തന്നിട്ടുണ്ട്. എപ്പോൾ എന്ന വാക്ക് സൂചിപ്പിക്കുന്ന അർത്ഥം വരുന്ന വാക്കുകൾ ഇവയിൽ ഏത് എന്നാണ് ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ പ്ലേസ്, ഓപ്ഷൻ ബി തിങ്, ഓപ്ഷൻ സി പേഴ്സൺ, ഓപ്ഷൻ ഡി ടൈം. ഇപ്പോൾ എന്ന് അർത്ഥം വരുന്ന അല്ലെങ്കിൽ അർത്ഥമാക്കുന്ന വാക്ക് സൂചിപ്പിക്കുന്ന പദം ഇതിലേതാണ്? ഓപ്ഷൻ ഡി ടൈം ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് എക്സ്പ്രഷൻ വുഡ് യു ചൂസ് ടു എഗ്രി വിത്ത് സംവൺ. ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു മറ്റുള്ളവരുടെ അഭിപ്രായത്തോടൊക്കെ നമ്മൾ ശരിയാണെന്ന് സൂചിപ്പിക്കുന്ന വാക്ക് നമ്മൾ ചില സമയങ്ങളിൽ പറയാറുണ്ട്. അപ്പോൾ ഇവയിൽ ഏത് തരം എക്സ്പ്രഷനാണ് ഏതാണ് എന്നാണ് ഓപ്ഷനിൽ നിന്ന് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ഇൻ മൈ എക്സ്പീരിയൻസ്, ഓപ്ഷൻ ബി യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്, ഓപ്ഷൻ സി ഇറ്റ് ഈസ് കൺസിഡറർ. ഇതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ് എന്നുള്ള ഭാഗത്തോടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് 8ാമത്തെ ചോദ്യമാണ്. വെൻ എ പേഴ്സൺ ഈസ്
ടോക്കിംഗ് എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ വിൽ ആൾവേസ്. ഒരു വ്യക്തി സംസാരിക്കുന്ന സമയങ്ങളിൽ എങ്ങനെയായിരിക്കണം? മറ്റുള്ളവർ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ആശയവിനിമയക്കാരന് വേണ്ടതായ നല്ലൊരു ക്വാളിറ്റി ഇവയിൽ ഏത് ഓപ്ഷനാണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ലിസ്ണിംഗ് കെയർഫുള്ളി, ഓപ്ഷൻ ബി പേഷ്യൻ്റ്, ഓപ്ഷൻ സി എന്താണ് ആസ്ക് ടു മെനി ക്വസ്റ്റ്യൻസ്, ഓപ്ഷൻ ഡി എന്താണ് ബോത്ത് എ ആൻഡ് ബി. ഇതിൽ സി എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും എന്ത് ചെയ്യും? ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന, അത് നല്ലൊരു കമ്മ്യൂണിക്കേറ്ററിന് എന്ത് ചെയ്യില്ല, പറ്റിയത് അല്ല. അപ്പം എന്താണ് ഇതിൽ വരുന്നത് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ലിസൺ കെയർഫുള്ളി, നല്ല രീതിയിൽ എന്ത് ചെയ്യും, കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ എന്തെന്ന് പറയാൻ പറ്റും? നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആണെന്ന് പറയാൻ പറ്റും. ഓപ്ഷൻ ബിയും എന്താണ് ബി പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ക്ഷമയോടെ ഇരിക്കുന്ന വ്യക്തിയെ നമുക്കെന്തെന്ന് പറയാൻ പറ്റും? ബി പേഷ്യൻ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 9ാമത്തെ ചോദ്യം എന്താണ്? വെൻ യു ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ ഗ്രൂപ്പ് ഡിസ്കഷൻ. അപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ എന്ത് ചെയ്യണം? പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഭാഗമായിട്ട് അതിൽ എന്ത് ചെയ്യണം? പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. GD അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവിടെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം എന്നാണ് ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യമായിട്ട് തന്നിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ലിസൺ ടു ഓദർ കെയർലെസ്ലി, ഓപ്ഷൻ ബി എന്താണ് സ്പീക്ക് ക്ലിയർലി ആൻഡ് സെൻസിബിലി, ഓപ്ഷൻ സി എന്താണ് ഡോണ്ട് സ്പീക്ക്, ഓപ്ഷൻ ഡി എന്താണ് ഡോണ്ട് അലൗ ഓദർ ടു സ്പീക്ക്. അപ്പോൾ ഓപ്ഷൻ എയിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്? ലിസൺ ടു ഓദർ കെയർലെസ്ലി, കൂടെയുള്ള ആൾക്കാർ സംസാരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട? ശ്രദ്ധിക്കാതെ ഇരിക്കുക എന്നതാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി എന്താണ് സ്പീക്ക് ക്ലിയർലി ആൻഡ് സെൻസിബിലി, സംസാരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം? വ്യക്തമായും അർത്ഥപൂർണമായും എന്ത് ചെയ്യണം? നമ്മൾ സംസാരിക്കണം. ഓപ്ഷൻ സി എന്താണ് ഡോണ്ട് സ്പീക്ക്, നമ്മൾ എന്ത് ചെയ്യുക? സംസാരിക്കാതിരിക്കുക. ഓപ്ഷൻ ഡി എന്താണ് ഡോണ്ട് അലൗ ഓദർ ടു സ്പീക്ക്, മറ്റുള്ളവരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? സംസാരിക്കാതെ ഇരിക്കുക എന്നതാണ് നമ്മളുടെ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ മെയിൻ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. സ്പീക്ക് ക്ലിയർലി ആൻഡ് സെൻസിബിലി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ലാസ്റ്റ് 10ാമത്തെ ചോദ്യമാണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കൺസിഡർ പ്രോപ്പർ ഡാഷ് വെൻ യു ആർ ഗിവിങ് യുവർ പ്രസൻറ്റേഷൻ. അപ്പോൾ നമുക്ക് പ്രസൻറ്റേഷൻ സമയങ്ങളിൽ നമുക്ക് വേണ്ടുന്ന ഘടകം ഏതെന്നാണ് ചോദ്യം. അതിൽ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ഡാർക്ക്നെസ്, ഓപ്ഷൻ ബി ലൈറ്റിംഗ്, ഓപ്ഷൻ സി ലൈറ്റനിങ്, ഓപ്ഷൻ ഡി വെന്റിലേഷൻ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ എ ഡാർക്ക്നെസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡാർക്ക്നെസ്സിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രസൻറ്റേഷൻ ശരിയായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഓപ്ഷൻ ബി ഉണ്ട് ലൈറ്റിംഗ്, അതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രസൻറ്റേഷൻ ശരിയായിട്ട് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ സി ഉണ്ട്, അതെന്താണ് ലൈറ്റ്നിങ് എന്ന് പറഞ്ഞാൽ ഇടിമിന്നൽ എന്നതാണ് അർത്ഥം. അപ്പം നമുക്ക് അതിൽ പറ്റത്തില്ല. ഓപ്ഷൻ ഡി എന്താണ് വെന്റിലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? കാറ്റ് കടത്തി വിടാൻ പറ്റുന്ന സ്ഥലങ്ങളെ എന്തെന്ന് പറയാം? വെന്റിലേഷൻ എന്നൊക്കെ പറയാൻ പറ്റും. നമ്മുടെ ബാത്റൂമിലൊക്കെ ഇട്ടിട്ടുള്ള ഹോൾസ് എല്ലാം എന്താണ്? വെന്റിലേഷൻ ഹോൾസ് ആണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ലൈറ്റ് വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? പ്രോപ്പറായിട്ട് ഉള്ള രീതിയിൽ നമുക്ക് പ്രസൻറ്റേഷൻ സ്ലൈഡ്സ് ഷോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ സെക്ഷൻ എന്ന് പറയുന്നത്. പാർട്ട് എയിൽ കുറച്ച് 10 ക്വസ്റ്റ്യൻസാണ് ഇപ്പം നമ്മൾ നോക്കിയത്. ഇതുവരെയും കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.